എന്റെ ഭർത്താവിന് നേരെ ആരെങ്കിലും കൈ ഉയർത്തുന്നതും അപമാനിക്കുന്നതും എനിക്ക് സഹിക്കാൻ കഴിയാത്ത കാര്യം. അത് സ്വന്തം അച്ഛനായാൽ പോലും. സച്ചിൻ നിന്ന് അച്ഛന് നേരെ ശബ്ദം ഉയർത്തി സംസാരിച്ചു. എന്താ കാരണം? ഞാൻ. ഈ ഞാനും എന്റെ വയറ്റിലെ നമ്മുടെ കുഞ്ഞും അതിന് കാരണം. തന്റെ വയറ്റിലെ കുഞ്ഞ് തന്റേത് മാത്രമല്ല, എന്റേത് കൂടിയാ. അതിന്റെ പേരിൽ ദോഷം പറയാൻ വരുന്നവരാരായാലും അവരോട് ഞാൻ എതിർത്ത് സംസാരിക്കും. അത് സ്വന്തം അച്ഛനായാൽ പോലും. എന്നിട്ട് എന്ത് ചെയ്യും? നേരത്തെ സച്ചേട്ടൻ പറഞ്ഞ പോലെ ഒരു വാടക വീട് എടുത്ത് വേണമെങ്കിൽ നമുക്ക് മാറി താമസിക്കാം. ആരും നമ്മളെ തടയില്ല. പക്ഷെ എനിക്ക് കിട്ടുന്ന പേരെന്തായിരിക്കും? കുടുംബത്തിന് കൊള്ളാത്തവൾ, അഹങ്കാരി. കുടുംബത്തിനകത്ത് പ്രശ്നങ്ങളുണ്ടാക്കി അച്ഛനെയും മകനെയും തമ്മിൽ തെറ്റിച്ച് ഭർത്താവിനെ കൊണ്ട് കുടുംബം ഉപേക്ഷിച്ചു പോയവൾ. അങ്ങനെ ഒരു കിരീടം എന്റെ തലയിൽ ചാർത്തി വെക്കണോ? ഇതൊന്നും നിന്റെ കുഴപ്പം കൊണ്ടല്ലെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. എന്നിട്ടും നിന്നെ നമ്മുടെ കുഞ്ഞിനെ ദ്രോഹിക്കുക, അതിന് ഞാൻ നിന്നു കൊടുക്കണമെന്നാണോ നീ പറയുന്നേ? അല്ല, ചിലപ്പോഴൊക്കെ ക്ഷമിക്കുന്നതും പിന്നീട് വിജയമായി തീരും. ഇനി സച്ചേട്ടൻ അവരോട് ആരോടും വഴക്കിന് പോകരുത്. പ്രത്യേകിച്ച് അച്ഛനോട് എതിർത്ത് സംസാരിക്കരുത്. ഒരച്ഛന്റെ ഏറ്റവും വലിയ വേദന തന്റെ മക്കൾ തന്റെ മുഖത്ത് നോക്കി എതിർത്ത് സംസാരിക്കുമ്പോഴാണ്. ആ ദുഃഖം സച്ചേട്ടൻ അച്ഛന് കൊടുക്കരുത്. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? സച്ചേട്ടൻ ഇനി ഒന്നും ചെയ്യണ്ട. ചെയ്യാനുള്ളതൊക്കെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതൊക്കെ പോട്ടെ. ഇന്നത്തെ ദിവസത്തെ ഈ വഴക്ക് കാരണം ഇവിടെ ആരും നല്ല പോലെ ആഹാരം പോലും കഴിച്ചിട്ടില്ല. ഒരു കാര്യം ചെയ്യാം, അടുക്കളയിൽ കയറി ഞാൻ തന്നെ അത്താഴത്തിന് എന്തെങ്കിലും വച്ചു തരാം. കൊള്ളാം. നിന്നെ ഇത്രയേറെ ദ്രോഹിച്ചിട്ട് നീ ഇനി അവർക്ക് അത്താഴം ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നു? ആതിരെ അനഘയും സ്നേഹയൊക്കെ ഉണ്ടല്ലോ. അതും പോരെങ്കിൽ എല്ലാം തലയിലേറ്റി കിരീടം പോലെ കൊണ്ടു നടക്കുന്ന അവധി കടത്തിയുണ്ടല്ലോ. അവരെല്ലാം കൂടി ചെയ്യട്ടെ. അതല്ല സച്ചേട്ടാ, ഈ രാത്രി എനിക്ക് എല്ലാവർക്കും ആഹാരം വെച്ചു കൊടുക്കണം. എല്ലാവരുടെ സ്നേഹവും വേണം. നിന്നെ ദ്രോഹിക്കാൻ നിൽക്കുന്നവരുടെ സ്നേഹം നിനക്കെന്തിനാ? ഈ വീട്ടിൽ എല്ലാവരും എന്നെ ദ്രോഹിക്കാൻ നിൽക്കുന്നവരാണെന്ന് ഞാൻ കരുതുന്നില്ല. സാഹചര്യങ്ങൾ കൊണ്ടും അനുഭവിക്കേണ്ടി വന്ന സംഘർഷങ്ങൾ കൊണ്ടും ചില സമയത്ത് അവർ നമുക്കെതിരെ നിന്നിട്ടുണ്ടാവാം. എന്ന് കരുതി ഈ വീട്ടിലെ ഒരാളും എന്റെ ശത്രുവല്ല, അവന്റെ അടുത്ത് പോലും. നിനക്കേ ഭ്രാന്താ. ആരുടെ മനസ്സിൽ ചോര പൊടിയുന്നൊരു യുദ്ധം ഇനി ഈ വീട്ടിൽ പാടില്ല. എന്നാ എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാവുകയും വേണം. അതിന് ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എനിക്കൊരു കാര്യം ഉറപ്പാ, ഈ വീട്ടിൽ എന്നെ കൊണ്ട് മാത്രമേ ആ തീരുമാനം നടപ്പാക്കാൻ സാധിക്കൂ. എന്ത് തീരുമാനം? അത് ഞാൻ പിന്നീട് പറയാം. തൽക്കാലം ഞാൻ എല്ലാവർക്കും നല്ലൊരു ഡിന്നർ ഉണ്ടാക്കട്ടെ. സച്ചേട്ടൻ പോയി കുളിച്ച് ഫ്രഷ് ആവാം. അപ്പോഴേക്കും ഞാൻ എല്ലാം റെഡിയാക്കാം.